ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ ദൈവവേലക്കാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഈ പ്രഭാതവേളയിൽ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന തിരുവചനം ഞാൻ വായിക്കുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാമത്തെ വാക്യം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ. അതെ പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ സർവശക്തനായ ദൈവം 120 വയസ്സ് പ്രായം വരെ ജീവിച്ച ഇസ്രായേൽ ജനത്തെ നടത്തി അവരോട് തൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെക്കുറിച്ചൊരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞു കൊടുത്തത്. ഇസ്രായേലിനെ ഇനിയുള്ള നാളുകളിലും നടത്തുവാൻ അവരുടെ ചെറിയ ആരംഭ ദിശയിൽ അവരെ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നടത്താൻ യഹോവയായ ദൈവത്തിൻ്റെ ശാശ്വതമായ ഭുജം നിങ്ങളെ നടത്തും എന്നൊരു പിതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് തിരുവചനം പറയുന്നു, യഹോവ ഒരു ഇടയനെ പോലെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു, കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. നമ്മെ നരയ്ക്കോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മെ തള്ളിക്കളയുവാൻ ലോകം നിൽക്കുമ്പോൾ ചേർത്ത് പിടിച്ച് അണയ്ക്കുന്ന ഒരു ദൈവിക കരം. ഈ പ്രഭാതത്തിൽ ഒറ്റപ്പെടുത്തലുകളും വേദനകളും കണ്ണുനീരുകളും പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമ്മെ ഓരോരുത്തരും നമ്മളെ അവഗണിക്കുമ്പോഴും പരിഗണിക്കാതിരിക്കുമ്പോഴും നമ്മോട് ദൈവം പറയുന്ന വ്യക്തമായൊരു വാഗ്ദത്തം, എൻ്റെ കരങ്ങളിലാണ് നീ ആയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങൾ കീഴിലുണ്ടെന്നുള്ള ധൈര്യം ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും മനുഷ്യൻ്റെ ബലമാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിൻ്റെയും വികസനത്തിൻ്റെയും സുഖത്തിൻ്റെയും അടിസ്ഥാനം ആ ഉറപ്പാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനും നരച്ച തലയുള്ള വാർദ്ധക്യത്തിലുള്ളൊരു പിതാവിനും ഏറ്റവും ആവശ്യമാണ്. ഒരിക്കൽ വിദഗ്ധനായൊരു ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശൈശവാരിഷ്ടതകൾ കൂടാതിരിക്കുന്നവരും കുമാരന്മാർ കുസൃതികളാകാതിരിക്കുന്നവരും യുവാക്കൾ വഴിപിഴച്ച് തെമ്മാടികളാകാതിരിക്കുന്നവരും കൊടുക്കേണ്ട വൈറ്റമിൻ ഗുളികകളാണ് സ്നേഹവാത്സല്യങ്ങൾ. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നാം കൊടുക്കാൻ മറന്നുപോകുന്ന ഒന്ന് ദൈവം ഇവിടെ അരുളി ചെയ്യുന്നു. നമ്മൾ സ്നേഹവാത്സല്യങ്ങൾ കൊടുക്കുന്നവരാകണം. തളർന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന നല്ല ശമരിയാക്കാരൻ, രോഗിയായി തലീത കൂമി എന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ കരം. ഈ കരങ്ങളെല്ലാം നമ്മെ വെളിപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഈ കരങ്ങൾ ശാശ്വതമാണ്. ഇത് നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. ഒരിക്കൽ ഒരു ദൈവമനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, എന്നെ സ്നേഹിച്ച് താലോലിച്ച് താരാട്ടി ഉറക്കിയ അമ്മയുടെ സ്നേഹ സ്വഭാവം ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. അനേക വർഷം മുമ്പ് എൻ്റെ പ്രിയമാതാവ് മൺമറഞ്ഞുപോയി. എങ്കിലും നിത്യനായ ദൈവം എൻ്റെ കൂടെ ഇപ്പോഴുമുണ്ട്. ഞാനൊരു ശിശുവായി മടിയിലിരുന്നപ്പോൾ അമ്മ എന്നെ ആശ്ലേഷിക്കുകയും സ്വർണ്ണ നിറമുള്ള എൻ്റെ മുടിയിൽ വിരലോടിച്ചൊതുക്കി മുത്തം വയ്ക്കുകയും ചെയ്തതുപോലെ ദൈവത്തിൻ്റെ മാർവിൽ എന്നെ ചാരിയിരുത്തി എൻ്റെ നരച്ച തലയിൽ തലോടി മുത്തം ചെയ്ത് ആശ്വസിപ്പിക്കുന്നതിനാൽ ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ എനിക്ക് ധൈര്യം തരുന്നു. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏത് ദിശയിലും, അത് കുഞ്ഞാകാം, പ്രായമുള്ളവരാകാം,
യൗവനമാകാം, ഏതവസ്ഥയിലും ഈ ശാശ്വതമായ കരങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ആ കരങ്ങളിലാണ് ഈ ഭൂമിയിലെ ഓരോ ദൈവമനുഷ്യരും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. രോഗങ്ങൾ, കടഭാരങ്ങൾ, വേദനകൾ. പക്ഷെ നാം മറന്നു പോകുന്നത് ഈ ദൈവിക വാഗ്ദത്ത വചനങ്ങളാണ്. കാട്ടുപൂക്കൾ പറിക്കാനിറങ്ങിയ ബാലിക വഴിതെറ്റി വീട്ടിൽ തിരിച്ചു വരാനറിയാതെ കാട്ടിൽ ഒത്തിരി ഹൈറ്റുള്ള, ഒത്തിരി ഉയരമുള്ള ഒരു പാറക്കുന്നിലിരുന്ന് ആ കുഞ്ഞലറിക്കരഞ്ഞു. ഇതേ സമയം തൻ്റെ മകൾ വീട്ടിലെത്താത്തത് അന്വേഷിച്ച് പ്രിയ പിതാവ് മകളുടെ ഓമന പേര് ചൊല്ലി ആ കാട്ടിൽ അലറി അലറി വിളിക്കുവാൻ തുടങ്ങി. മുകളിലിരുന്ന് കരഞ്ഞ ആ മകൾ പിതാവിൻ്റെ ശബ്ദം കേട്ടു. തൻ്റെ പേർ ചൊല്ലി വിളിക്കുന്ന പിതാവ്. മുകളിലിരുന്ന് നോക്കുമ്പോൾ അവൾക്ക് തൻ്റെ പിതാവിനെ കാണാൻ കഴിയുന്നില്ല. വൃക്ഷങ്ങളുടെ ഇല കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നൊരനുഭവം. പക്ഷെ തൻ്റെ പിതാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മോളെ, നിനക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് ചില സുഷിരങ്ങളിലൂടെ നിന്നെ കാണാൻ കഴിയും. നീ ചാടിക്കൊള്ളൂ, എൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമാണ്. ആ കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ കരുത്തുറ്റ വാക്കുകൾ കേട്ട് ശാശ്വതമായ അവളുടെ കരങ്ങളിലേക്ക് വീഴുവാൻ ഇടയായി. അവൾ ചാടി വീണു. അപ്പൻ്റെ കരങ്ങളിൽ തന്നെ പിതാവ് പിടിച്ചെടുത്തു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദാനിയേലിനെ പോലെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വീഴുമ്പോൾ ഒരിക്കലും പറയരുത്, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലേ, എനിക്കെന്തുകൊണ്ട് ഈ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് മാറും. സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വായടച്ച ദൈവം ശത്രുക്കളുടെ മുൻപിൽ നമ്മുടെ വാമേൻ നമ്മളെ കാക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. സകല തൻ്റെ യാത്ര ചെയ്തു വന്ന പടക് മുഴുവനായി തകർന്ന് ദിശയറിയാതെ ആയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരം പൗലോസിനെ മെലീത്ത ദ്വീപിലെത്തിച്ചതുപോലെ ആ ശാശ്വതമായ സമാധാനപരമായ ഒരു ദേശത്ത് നമ്മളെ എത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. ദാവീദ് ഇപ്രകാരം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. രോഗം തരുന്ന, സാമ്പത്തിക തകർച്ച തരുന്ന, മക്കൾ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട ഹൃദയത്തിൽ നൊമ്പരത്തോടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, പുരാതനനായ ദൈവം നിങ്ങളുടെ എൻ്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു പറയാം, അതെ പ്രിയരെ, ഇന്ന് പകൽക്കാലം ശാശ്വതമായ ഭുജങ്ങളിൽ എന്നെ വഹിച്ച് എന്നെ നടത്തുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൂത് കേട്ട ഓരോ മക്കളെയും അങ്ങ് ധൈര്യപ്പെടുത്തണം. നാളെ എന്ത് ചെയ്യുമെന്നറിയാതെ, നാളെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ, ഡോക്ടർ വിധി എഴുതി മാറ്റിയിട്ട സ്ഥാനത്ത് അങ്ങയുടെ ശാശ്വത ഭുജം ഞങ്ങൾക്ക് ജീവൻ്റെ ദായകനായി, ഒരമ്മയെപ്പോലെ അതിനപ്പുറമായി ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിനായി നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തിൻ്റെ രോഗാവസ്ഥകളിൽ പരിപൂർണമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങ് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.